വിശ്വാസത്തിൽ സംശയിക്കാതെ. നമുക്കെല്ലാവർക്കും പെട്ടെന്ന് പറ്റുന്നൊരു കാര്യം സംശയിക്കാനാണ്. എന്ത് കാര്യമാണേലും ഏത് കാര്യമാണേലും ആദ്യം അകത്തോട്ട് വരുന്നത് വിശ്വാസമല്ല. പലതിലും ചിലതിലും ആദ്യം അകത്തോട്ട് വരുന്നത് തന്നെ സംശയമാണ്. അവിശ്വാസം എന്ന് പറയുന്ന അനുഭവത്തിന് എബ്രായർ 3:12 ലേഖനകർത്താവ് കൊടുത്തിരിക്കുന്ന ഒരു വാക്കുണ്ട്. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ നോക്കുകയും. ഈ അവിശ്വസിക്കുന്ന ആള്, സംശയിക്കുന്ന ആള് നല്ല ഹൃദയത്തിന് ഉടമയല്ലെന്നാണ് ബൈബിൾ പറയുന്നത്. അവിശ്വാസവും ദുഷ്ടതയുമെല്ലാം ദുഷ്ട മനുഷ്യനിൽ നിന്നാണ്. അത് പിശാചിന് സ്വാധീനതയുള്ള, സാത്താൻ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ഹൃദയമായി നിങ്ങളുടെ ഹൃദയം മാറരുത്. അവിശ്വസിക്കുന്ന വ്യക്തിയിൽ എപ്പോഴും പൈശാചിക ലോകത്തിന് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. വിശ്വസിക്കുന്ന വ്യക്തിയിൽ എപ്പോഴും ദൈവത്തിനൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അൺബിലീഫ്, അവിശ്വാസം എന്തും പറഞ്ഞാലും ആദ്യം അകത്ത് വരുന്ന അവിശ്വാസം. പാട്ടുകാരൻ ആ പാട്ട് പാടി മറ്റേ പാട്ട് പാടിയത് എന്തിനാന്ന് സംശയം. ഇനിയിപ്പോൾ ഈ പ്രസംഗമാണോ ആ പ്രസംഗമാണോ എന്ന് സംശയം. മൊത്തത്തിൽ സംശയം. ഭാര്യയെ സംശയം, ഭർത്താവിനെ സംശയം, മക്കളെ സംശയം, വാഗ്ദത്തം സംശയം, എല്ലാം സംശയം. ഇയ്യോബിന്റെ ചരിത്രം പഠിക്കുമ്പോൾ സാത്താൻ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിട്ട്, ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായത്തിലാണ്, സാത്താൻ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നു. എന്നിട്ട് അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ദൈവം സാത്താനോട് ചോദിക്കുന്നുണ്ട്, നീ എവിടുന്നാ വരുന്നതെന്ന്. നീ എവിടുന്ന് വരുന്നു എന്ന് ചോദിച്ചതിന്, ഞാൻ ഭൂമിയിലെല്ലാം ഇങ്ങനെ ഊടാടി സഞ്ചരിച്ചു വരുന്നു എന്ന് പറഞ്ഞു. അടുത്ത വാക്യം, യഹോവ സാത്താനോട്, എന്റെ ദാസനായ യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അപ്പം ജോബിന്റെ മേളിൽ ദൈവത്തിന്റെ ദൃഷ്ടി ഉണ്ടായിരുന്നത് കൊണ്ടാണ് സാത്താൻ ജോബിന്റെ മേളിൽ ദൃഷ്ടി വെച്ചത് ദൈവം അറിഞ്ഞത്. എന്നിട്ട് ദൈവം ജോബിനെ കുറിച്ച് പറയാണ്, അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായി ഈ ഭൂമിയിൽ ഒരുത്തനില്ല എന്ന് പറഞ്ഞാൽ, ജോബ് എന്നെ വിശ്വസിക്കുന്നതിനേക്കാൾ അപ്പുറമായി എനിക്ക് ജോബിനെ വിശ്വാസമാണ്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, പക്ഷെ എന്നെ ദൈവത്തിന് വിശ്വസിക്കാവോ? എപ്പോൾ ദൈവത്തിന് എന്നെ വിശ്വസിക്കാൻ കഴിയുന്നുവോ, ദൈവം എന്നെ വിശ്വസിക്കേണ്ടതിന് എൻ്റെ മുമ്പിൽ വയ്ക്കുന്ന പ്രലോഭനങ്ങൾ, പരീക്ഷണങ്ങൾ, വെല്ലുവിളികൾ പ്രാർത്ഥനയോടെ, ദൈവവചനപ്രകാരം വിശ്വസ്തയോടെ, ദൈവം തമ്പുരാനിട്ട പരീക്ഷ കൃത്യമായിട്ട് ഞാൻ എഴുതി ജയിക്കുന്നു, ആ ജയിച്ച പരീക്ഷയ്ക്കാണ് പ്രമോഷൻ ഉള്ളത്. എനിക്ക് അവിശ്വസ്തത കാണിക്കാൻ, എനിക്ക് തെറ്റ് കാണിക്കാൻ, എനിക്ക് എൻ്റെതായ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനുള്ള ചില സാഹചര്യങ്ങൾ എനിക്കുണ്ടായി എന്നെനിക്ക് തോന്നുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായി വരുമ്പോൾ, അവിടെ നീ ക്രിസ്തുവിൽ ആരാണെന്നും നീ എവിടെയാണ് നിൽക്കുന്നതെന്നും നീ ദൈവത്തോടും മനുഷ്യനോടും നിന്റെ മീതെ ഉള്ളവരോടും എന്തുടമ്പടിയാണ് ചെയ്തതെന്നും നീ വിലയിരുത്തണം. അല്ലെങ്കിൽ നീ ജയിച്ചെന്ന് നിനക്ക് തോന്നിയാലും ആ ജയം താൽക്കാലികമായിരിക്കും, അത് വലിയ പരാജയത്തിലേക്ക് നിന്നെ എത്തിക്കും. കാരണം നിന്നെ ജയിപ്പിക്കേണ്ടത് നീയല്ല, നിന്നെ ജയിപ്പിക്കേണ്ടത് ദൈവമാണ്. എപ്പോൾ ദൈവത്തിന് എന്നെ വിശ്വസിക്കാൻ കഴിയുന്നോ, അങ്ങനെയുള്ള പരീക്ഷണം, പ്രലോഭനം നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ഇഷ്ടങ്ങളും ഹിതങ്ങളും വിട്ടിട്ട് ദൈവഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നു, അത് നിന്റെ മാർക്ക് കൂട്ടും. അത് നിനക്ക് പ്രമോഷൻ തരും. അത് നിന്റെ തലമുറകളുടെ മേളിൽ ദൈവം നന്മയായി കണക്കിടും.